അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ നമുക്കൊരു കാവലാണ്, ഒരു സംരക്ഷണമാണ്. മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ പേരുള്ള സ്വലാത്തിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണം, ആ സ്വലാത്ത് എൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. വെള്ളിയാഴ്ച ഒരു നേരമുണ്ട്, ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. വെള്ളിയാഴ്ച പകലിൽ ഒരു നേരമുണ്ട്. ആ നേരം അത് മഹാന്മാരായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് അത് അസറിന്റെ അവസാനത്തെ സമയം എന്നാണ്. മഗ്രിബിലേക്ക് അസറിന് അവസാനിച്ച് മഗ്രിബിലേക്ക് ചേരുന്ന ആ സമയമാണ് ആ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമെന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നു. പല അഭിപ്രായങ്ങളുണ്ട്. ജുമുഅന്റെ ആ ജുമുഅ ദിവസത്തിൽ, വെള്ളിയാഴ്ച ദിവസത്തിൽ എപ്പോഴാണ് അത് ദുആക്ക് ഉത്തരം കിട്ടുക എന്ന് കൃത്യമായിട്ടില്ലെങ്കിൽ പല പണ്ഡിതന്മാരും പല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രമുഖമായ ഒരു അഭിപ്രായമാണ് ഈ അഭിപ്രായം, അസറിന്റെ ശേഷമുള്ള ആ സമയം. അല്ലാഹു തആല നമുക്ക് ഈ വെള്ളിയാഴ്ചന്റെ പുണ്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നേടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു ശത്രുക്കൾ. ശുഐബ് അബീ താലിബിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 വർഷം പച്ചിലകളും പച്ചവെള്ളവും കഴിച്ച് കഴിയേണ്ട അവസരത്തിൽ ഖുറൈശികൾ റസൂലുള്ളാഹിനെ ബഹിഷ്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഒരു രേഖ തയ്യാറാക്കിയിരുന്നു. ആ രേഖയിൽ അള്ളാഹിന്റെ റസൂലിനെ സഹായിക്കരുത്, റസൂലുള്ളാഹിനോടൊപ്പം നിൽക്കുന്നവരെ സഹായിക്കരുത് എന്നൊക്കെ പറഞ്ഞ ആ രേഖയിൽ അത് കഅബാലയത്തിൽ അവർ സ്ഥാപിച്ചിട്ട് ആ രേഖ മറ്റു പലതും ചെതലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടും അള്ളാഹിന്റെ പേര് മാത്രം നഷ്ടപ്പെട്ടു പോയില്ല എന്നാണ്. ഖുറൈശികൾ പോലും അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നു എന്നാണ് ചരിത്രത്തിലുള്ള. ബദറിൽ അബൂജഹൽ വന്നുകൊണ്ട് നടത്തിയ പ്രസംഗം, അള്ളാഹുവിനെ തന്നെ സത്യം, മുഹമ്മദേ നിനക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യും, മുഹമ്മദേ നീ ഞങ്ങൾക്കെതിരെ ഭിന്നിപ്പുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് ബദറിൽ വന്നിട്ട് അബൂജഹൽ പ്രസംഗിച്ചത്. അതുകൊണ്ട് അബൂജഹൽ അള്ളാഹുവിന് വിശ്വാസമുണ്ട്, പക്ഷേ അള്ളാഹുവിനോടൊപ്പം തന്നെ ലാത്തനെയും ഉസ്സനെയും ഒക്കെ അവൻ ദൈവമായി ആരാധിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് അവന് ആ തൗഹീദിൽ കളങ്കം ബാധിച്ചു പോയത്. അതുകൊണ്ട് ശരിയായ ശുദ്ധമായ